കേരള നവോത്ഥാനത്തിന്റെ മഹത്തായ നായകൻ ശ്രീനാരായണ ഗുരുദേവൻ. 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ ജനനം. ബാല്യത്തിൽ തന്നെ ജാതി മത അനീതികളെയും അന്ധവിശ്വാസങ്ങളെയും ചോദ്യം ചെയ്തു. അന്നത്തെ സമൂഹം വിഭജനത്തിലും അസമത്വത്തിലും മുങ്ങിക്കിടന്നിരുന്നു. എന്നാൽ ഗുരുദേവൻ ഉയർത്തിപ്പിടിച്ചത് സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും മഹാവിളക്കായിരുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഈ മഹാവാക്യം കേരള നവോത്ഥാനത്തിന്റെ ആത്മാവായി മാറി. മനുഷ്യനെ മനുഷ്യനായി കാണണം, എല്ലാവർക്കും ഒരുപോലെ അവകാശങ്ങളുണ്ടാകണം എന്ന സന്ദേശം അദ്ദേഹം ലോകത്തോട് പങ്കുവച്ചു. 1888 അരുവിപ്പുറത്ത് ഗുരുദേവൻ സ്ഥാപിച്ച ശിവക്ഷേത്രം ആ സന്ദേശത്തിന്റെ ജീവിച്ചിരിക്കുന്ന പ്രതീകമാണ്. ജാതിയോ മതമോ നോക്കാതെ എല്ലാവർക്കും പ്രവേശനം അനുവദിച്ച് അദ്ദേഹം സമൂഹത്തിന് പുതിയ വഴി തെളിയിച്ചു. വിദ്യാഭ്യാസം, വ്യവസായം, ആത്മവിശ്വാസം, ശുദ്ധജീവിതം, ഇതിലൂടെ മാത്രമാണ് ഒരു സമൂഹം ഉയരുക എന്ന് ഗുരുദേവൻ പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിച്ചു, മുന്നോട്ടു നയിച്ചു, കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന് അടിസ്ഥാനമായി. 1928 സെപ്റ്റംബർ 20 ഗുരുദേവൻ വർക്കലയിൽ മഹാസമാധി പ്രാപിച്ചു. ഇന്ന് ശിവഗിരി മഠത്തിനടുത്തുള്ള ഗുരുസമാധി സ്ഥലം ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമാണ്. ഗുരുദേവൻ ശാരീരികമായി നമ്മോടൊപ്പമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ചിന്തകളും സന്ദേശങ്ങളും ഇന്നും നമ്മെ പ്രചോദിപ്പിക്കുന്നു. സമത്വത്തിന്റെ ദീപസ്തംഭം, സർവമത ഐക്യത്തിന്റെ പ്രതീകം, കേരള നവോത്ഥാനത്തിന്റെ മഹത്തായ നായകൻ ശ്രീനാരായണ ഗുരു.